മുൻ വർഷങ്ങളിൽ സംസ്ഥാന ബജറ്റിൽ മികച്ച പരിഗണന ലഭിച്ച മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം. ഇത്തവണയും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സാധ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയം കൂടിയാണ്. നിറയെ സർപ്രൈസുകൾ ഒളിപ്പിച്ചൊരു പെട്ടി. ആ പെട്ടിയുമായിട്ടാവും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഫെബ്രുവരി 5-ന് ഈ നിയമസഭയിലേക്ക് എത്തുക. ആ പെട്ടി തുറക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്ത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എണ്ണി പറയാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യങ്ങൾ ഏറെയുണ്ട് താനും. ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനവും രാജ്യവും വിട്ട് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാണ് കണക്ക്. വിദ്യാർത്ഥികളെ ഇവിടെ പിടിച്ചു നിർത്താൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്ന കാലമാണ്. അതിനാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പണം അനുവദിക്കുന്നത് ചിലവായിട്ടല്ല സർക്കാർ കാണുന്നത്. ഒരു നിക്ഷേപമെന്ന നിലയിലാണ് സർക്കാർ അതിനെ വിലയിരുത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നോളജ് ഹബ്ബാക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചിട്ട് നാളേറെയായി. UGC ഗ്രാന്റ് ലഭിക്കാത്തത് തടസ്സമായി നിൽക്കുന്നു. നോളജ് ഹബ്ബ് എന്ന സ്വപ്നത്തിനായി ബജറ്റിൽ ആവശ്യത്തിനുള്ള തുക വകയിരുത്തും എന്നാണ് പ്രതീക്ഷ. നോളജിനെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ വിനിമയം ചെയ്യുകയും അതുവഴി സാമ്പത്തികമായി തന്നെ മുതൽക്കൂട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ മേഖലയിൽ അതുകൊണ്ട് തന്നെ സർക്കാർ നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലയുടെ ആകെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഗുണപരമായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി കമ്മീഷനെ നിയമിക്കുകയും ഒക്കെ ചെയ്തതാണ്. കമ്മീഷൻ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം ആണ്. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളുടെ ഫണ്ട് സർക്കാർ അനുവദിക്കും എന്ന പ്രതീക്ഷയാണ്. സംസ്ഥാനത്തെ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇപ്പോഴും അപര്യാപ്തതയുണ്ട്. അതൊക്കെയും പരിഹരിക്കാൻ ബജറ്റിനാവുമെന്നാണ് പ്രതീക്ഷ. 4 വർഷ ബിരുദ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഒഴിഞ്ഞുകിടക്കുന്ന അധ്യാപക തസ്തികകൾ നികത്താൻ ഇതുവരെ ആയിട്ടില്ല. ആവശ്യം ഏറെ നാളായി സർക്കാരിന് മുന്നിൽ ഉയർത്തുന്നതാണ്. 1000-ലധികം തസ്തികകൾ നികത്താൻ ബജറ്റിൽ തുക വകയിരുത്തേണ്ടത് അത്യാവശ്യം. ഉള്ള അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങിനും പണം കണ്ടെത്തേണ്ടതുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിലുള്ള സ്റ്റാഫിനെ അനുവദിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബജറ്റിൽ അതുണ്ടാവും എന്നാണ് പ്രതീക്ഷ. 4 വർഷ ബിരുദ പദ്ധതി, അതിനെ തുടർന്ന് വരുന്ന മറ്റ് പരിഷ്കാരങ്ങൾ, ഇതിനൊക്കെ തന്നെയും അധ്യാപകരുടെ സേവനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോഴുള്ള അധ്യാപകരുടെ അധ്വാന ഭാരം കണക്കിലെടുത്തുകൊണ്ട് പുതിയ അധ്യാപകരെ നിയമിക്കേണ്ടതായിട്ട് വരും. ഗവേഷണത്തിന് വേണ്ട സാമ്പത്തിക പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സർക്കാർ ആരംഭിച്ചെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്ത പ്രതിസന്ധിയുണ്ട്. അതിനും ബജറ്റിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. അനുവദിക്കുന്ന തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും കഴിയണമെന്നാണ് വിദഗ്ധാഭിപ്രായം. സംസ്ഥാനത്തെ സർവകലാശാലകൾ പലവിധ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. തലപ്പത്തെ പോരു മുതൽ തുടങ്ങുന്നു ആ പ്രതിസന്ധി. അതിനിടയിൽ സംസ്ഥാന ബജറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ ഓക്സിജൻ പകരുമെന്ന് പ്രത്യാശിക്കാം. സലിം മാലിക്, 24, തിരുവനന്തപുരം.